ഇസ്രായേലിന്റെ ഒരു ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ലെബനൻ ബോർഡറിൽ വെച്ച് ഹിസ്ബുള്ള ലക്ഷ്യം വെച്ച് മുഴുവനായും നശിപ്പിച്ചു. ഇതിലൂടെ ഇസ്രായേലിന് വലിയൊരു നഷ്ടമുണ്ടായി. ഏകദേശം 21 കൂടുതൽ ഇസ്രായേലിലെ ഡിഫൻസ് ഫോഴ്സസിൽ ചേർന്ന വ്യക്തികളെ ഞങ്ങൾ ഈ ഒരു ആക്രമണത്തിലൂടെ കൊന്നുവെന്ന് ഹിസ്ബുള്ള ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ഇന്നലെ നൽകി. നോർത്തേൺ ബോർഡേഴ്സിൽ ഇസ്രായേലിനും ലെബനൻ ഹിസ്ബുള്ളയ്ക്കുമിടയിൽ ഒരു വലിയ പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിൽ 69 സ്ഥലങ്ങളിൽ, ലബനനുള്ളിലെ 69 സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. 270 റോക്കറ്റ്സ് കഴിഞ്ഞ 48 മണിക്കൂറിൽ ഇസ്രായേലിനുള്ളിൽ ഹിസ്ബുള്ള ഫയർ ചെയ്തു. ഈ ഒരു ആക്രമണത്തിൽ മാത്രം നഷ്ടം ഇസ്രായേലിന് വളരെ കൂടുതലാണ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. കഴിഞ്ഞ 4-5 ദിവസമായി ഇസ്രായേൽ ഹിസ്ബുള്ളയെ കുറിച്ചുള്ള യാതൊരു വിവരവും നമ്മൾ വലിയ രീതിയിൽ കണ്ടില്ല. കാരണം ഗാസയിൽ വീണ്ടും ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ ഇസ്രായേൽ തുടങ്ങിയതിനു ശേഷം ഹിസ്ബുള്ള ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തി എന്നതല്ലാതെ കൂടുതൽ ഭീകരമായ ആക്രമണങ്ങളൊന്നും ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിൽ ചെയ്തില്ല. എന്നാൽ ഗാസയിൽ ഇസ്രായേൽ കഴിഞ്ഞ 5 ദിവസം നടത്തിയ ആക്രമണത്തിന്റെ ടൈം ലൈൻ എടുത്തു നോക്കിയാൽ റെഫ്യൂജി ക്യാമ്പിനെ നശിപ്പിച്ചത്, UNRWA സ്കൂൾസിനെ നശിപ്പിച്ചത്, ഷെൽട്ടേഴ്സിനെ, ഇങ്ങനെ ഈ ഒരു ആക്രമണത്തിൽ തന്നെ 80-ൽ കൂടുതൽ പേർ മരിച്ചു ഇസ്രായേലിന്റെ കണക്കനുസരിച്ച്. ഇന്നലെ ഗാസയിൽ നടന്ന ആക്രമണത്തിൽ പോലും ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് 17 പേർ മരിച്ചിട്ടുണ്ട്. ഈ കണക്കുകൾ കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെയും ഇന്നലെ ഞങ്ങൾ ആക്രമണത്തിൽ ലക്ഷ്യം വച്ചിരുന്നു. പക്ഷെ അയാൾ രക്ഷപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പറയുന്നു. ഇവയെല്ലാം കാരണമായി കാണിച്ച് ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡറിൽ ഹിസ്ബുള്ള ഒരു തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന്റെ വീര്യം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ ഷിപ്മെന്റ് ഇസ്രായേലിലേക്ക് വരാൻ പോകുന്നു. അതുമാത്രമല്ല, മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ മറ്റു നാടുകളുടെ സഹായം ഒഫൻസീവ് ഓപ്പറേഷന് വേണ്ടി മുഴുവനായും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ഇസ്രായേലിനെ സഹായിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ തലയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഗാസ മുഴുവനും ഇസ്രായേൽ നശിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള നേരിട്ട് തന്നെ കളത്തിലിറങ്ങി. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം, ഇപ്പോഴാണോ കളത്തിലിറങ്ങിയത്? ഇതിനു മുൻപൊന്നും ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ഇതിനു മുൻപ് നടന്ന ആക്രമണങ്ങളെല്ലാം ചില സ്ഥലങ്ങളിൽ മൈനർ ഡാമേജസ് ഇസ്രായേലിന് ഉണ്ടാക്കണം എന്ന രീതിയിൽ മാത്രമേ ഹിസ്ബുള്ള ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇസ്രായേലിന്റെ 91st ഡിവിഷന്റെ ഹെഡ്ക്വാർട്ടർ, ലബനൻ ബോർഡറിൽ ടെമ്പററി നിർമ്മിച്ച ആ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിനെ ഇന്നലെ മിസൈൽ ആക്രമണം വഴി ഹിസ്ബുള്ള മുഴുവനായും നശിപ്പിച്ചു. ജൂലൈ 15-ാം തീയതി ഈ ഒരു ആക്രമണം നടത്തി. ഇത് ഇസ്രായേലിന് വലിയൊരു നഷ്ടം തന്നെയാണ് വരുത്തിയത്. കാരണം ഹിസ്ബുള്ള അതിന്റെ വീഡിയോ എവിഡൻസ് വരെ നൽകി. അതും വെച്ച് നോക്കിയാൽ കുറഞ്ഞ പക്ഷം 21 വ്യക്തികളെങ്കിലും ആ ഒരു സ്പോട്ടിൽ തന്നെ മരിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ എണ്ണം വീണ്ടും അധികമാകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ഈ ആക്രമണം മാത്രമല്ല, മൊത്തം 4 ആക്രമണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇതിന് ഹിസ്ബുള്ള പറഞ്ഞത്, ഒരു ഭാഗത്ത് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ നടത്തിയ ഒഫൻസീവിന് എതിരെ ചെയ്താലും ജൂലൈ 14-15 ഈ തീയതികളിൽ മാത്രം ഇസ്രായേൽ ലബനന്റെ ബോർഡറിൽ സതേൺ ബോർഡറിലുള്ള വില്ലേജസിലെ പവർ സർക്യൂട്ട് നശിപ്പിച്ചത്, ഇലക്ട്രിക് സ്റ്റേഷൻ നശിപ്പിച്ചത്, ഇങ്ങനെ 69 സ്ഥലങ്ങളിൽ അവരുടെ സ്ട്രൈക്ക് നടത്തി. ലബനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പൊസിഷൻസ് എവിടെയാണ്, അവരുടെ ഗ്യാതറിംഗ് യൂണിറ്റ്സ് എവിടെയാണ്, അവരുടെ റോക്കറ്റ് ലോഞ്ചിങ് സൈറ്റ്സ്, ഇങ്ങനെ 69 സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇങ്ങനെ 69 സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ പൊസിഷൻസ് ലക്ഷ്യം വെച്ച് തന്നെ ഇസ്രായേൽ ആക്രമിച്ചു. അവർക്ക് ആവശ്യമായ പവർ സോഴ്സ് ലഭിക്കാൻ പാടില്ല, അവർക്ക് ആവശ്യമായ യാതൊരു സപ്ലൈയും ലഭിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ആ ഒരു പ്രധാന ലക്ഷ്യമായി കണ്ട് അത്രയും വലിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തി. ഇപ്പോഴാണ് ഹിസ്ബുള്ളയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇസ്രായേലിന്റെ ഈ ആക്രമണം തീവ്രമാകുന്നു. അതിനാൽ നമ്മൾ ഈ സ്ഥലത്ത് തിരിച്ചടിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ ഗാസയെ മുഴുവനും ഹിസ്ബുള്ളയെ മുഴുവനും നശിപ്പിക്കും. ഒരുപാട് പേര് സ്ഥലത്ത് പറയും ഹിസ്ബുള്ളയാണ് പവർഫുൾ അല്ലെങ്കിൽ ഇസ്രായേലാണ് പവർഫുൾ എന്ന്. എന്നാൽ ഇസ്രായേലിന് കിട്ടുന്ന സപ്പോർട്ട് എന്നത് വേറെ, ഹിസ്ബുള്ളയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്നത് മറ്റൊന്നാണ്. ഇപ്പോൾ ലോകം മുഴുവനും നോക്കിയാൽ ഹിസ്ബുള്ളയെ സഹായിക്കാൻ ചില നാടുകൾ, ഒരുപാട് സംഘടനകളുണ്ട്. എന്നാൽ ഇസ്രായേലിനെ സഹായിക്കാൻ ലോകത്തിലുള്ള 90% നാടുകളും തയ്യാറാണ്. എന്തിന്? ഇതേ അറബ് സഖ്യത്തിലെ അറബ് നാടുകളും ഇസ്രായേലിനെ സഹായിക്കാനായി തയ്യാറാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ പൊസിഷൻസിൽ അധികമായി നടക്കുന്നത് പെട്ടെന്ന് തന്നെ ഹിസ്ബുള്ള തടയണം. ഇസ്രായേലിനുള്ളിൽ നമ്മുടെ പവർ കാണിക്കണമെന്ന ചിന്തയോടുകൂടിയാണ് അടുത്ത ഘട്ട അറ്റാക്ക് ഹിസ്ബുള്ള തുടങ്ങിയത്. 19 ഡ്രോൺ ആക്രമണം, 270-ൽ കൂടുതൽ റോക്കറ്റ് ആക്രമണം, വളരെ മാസീവായ ഒരു ആക്രമണം ഇസ്രായേലിന്റെ പൊസിഷൻസിൽ ഹിസ്ബുള്ള നടത്തി. ഈ 4 സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ തീർച്ചയായും ഇസ്രായേലിന് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സിവിയർ കാഷ്വാലിറ്റി സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. 40-50 പേരെയോളം ഇസ്രായേലിന് നഷ്ടമായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ
ആദ്യത്തെ ആക്രമണം ഇസ്രായേലിന്റെ ഹഡാബ് യാറിൻ സൈറ്റിൽ ഇസ്രായേലിനെതിരെ MLR സിസ്റ്റം ഉപയോഗിച്ച് ഹിസ്ബുള്ള ഒരു വലിയ ആക്രമണം നടത്തി. അതിൽ കുറഞ്ഞപക്ഷം 5 പേരെങ്കിലും മരിച്ചിരിക്കണം. അത്ര വലിയ ആക്രമണമാണ് ഞങ്ങൾ നടത്തിയത്. അതിനായിട്ടുള്ള വീഡിയോയും ഹിസ്ബുള്ള പബ്ലിഷ് ചെയ്തു. രണ്ടാമത്തെ ആക്രമണം നടന്നത് 91st ഡിവിഷന്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. ഈ സ്ഥലത്തായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു വിജയവും ഇസ്രായേലിന് വലിയൊരു മരണനിരക്കും കൂടിയത്. മൂന്നാമത്തെ ആക്രമണം നടത്തിയത് വളരെ പ്രധാനപ്പെട്ട സ്ഥലം. ഇത് ഇസ്രായേൽ ലബനൻ ബോർഡറിലുള്ള ഫാർ ഷൗബ ഹിൽസ്. ഈ ഹിൽസ് ഇപ്പോ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. എന്നാൽ ഒരു കാലത്ത് ലബനന്റെ കൈകളിലായിരുന്നു. ഇപ്പോ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഭാഗമുള്ളത്. മലകൾ നിറഞ്ഞ കുണ്ടും കുഴിയുമുള്ള ഒരു ഭാഗമാണ് ഇസ്രായേലിന്റെ ഒഫൻസീവ്. നാളെ ഒരുപക്ഷെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നു. ഹിസ്ബുള്ളയ്ക്ക് നേരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നുവെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരു വലിയ ട്രംപ് കാർഡ് പോലെയാണ്. കാരണം ശത്രുക്കളെ കൊണ്ട് അത്രത്തോളം വലിയൊരു ആക്രമണം ഈ ഒരു സ്ഥലത്ത് നൽകാൻ സാധിക്കില്ല. ഈ സ്ഥലത്ത് ഇസ്രായേലിന്റെ റേഡാർ സ്റ്റേഷൻസ് നിർത്തിയിട്ടുണ്ട്. വളരെ ദൂരം വരെയും വീക്ഷിക്കാൻ കഴിയുന്ന റേഡാർ സിസ്റ്റം ഉണ്ട്. ഒഫൻസീവ് വെപ്പൺസും ഇവിടെ ഇസ്രായേൽ കൂടുതലായും ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഹിസ്ബുള്ള ആക്രമിക്കാൻ തുടങ്ങിയാൽ ഇസ്രായേലിന്റെ ലോങ് റേഞ്ച് മിസൈൽസ്, ലോങ് റേഞ്ചിൽ വീക്ഷിക്കാൻ കഴിയുന്ന റേഡാർസിനെല്ലാം ഒരു പ്രശ്നമുണ്ടാകും. ഇതിപ്പോ ഒരു സാധാരണമായി തോന്നിയാലും നാളെ ഒരു വലിയ യുദ്ധമുണ്ടായാൽ, നാളെ ഒരു യുദ്ധത്തിന് ഹിസ്ബുള്ളയും ഇസ്രായേലിന്റെ സൈന്യവും തയ്യാറാകേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ സമയത്ത് ഇസ്രായേലിന് ഇത് വലിയൊരു ആപത്തുണ്ടാക്കും. നാലാമത്തെ ആക്രമണം നടത്തിയിരിക്കുന്നത് റാംദ സൈറ്റ് എന്ന് പറയും. ഇതും ചൗബ ഹിൽസിനടുത്തുള്ള ഇസ്രായേലിന്റെ മിസൈൽ കോംപ്ലക്സ് ആണ്. കാരണം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉപയോഗിക്കുന്ന ഒരുപാട് മിസൈൽസ് ഇസ്രായേൽ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല അയൺ ഡോമാൽ ഹെവിലി പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ ഇതും ഒരു സ്ഥലമാണ്. എന്നാൽ ഇതേ സ്ഥലത്തും ഹിസ്ബുള്ള അവരുടെ മിസൈൽസും റോക്കറ്റ്സും ഉപയോഗിച്ച് ആക്രമണം നടത്തി. മറ്റൊരു ഭാഗത്ത് ഒരുപാട് പുതിയ ഡ്രോൺസും ഹിസ്ബുള്ള ഇപ്പോ പുറത്തിറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിൽ അവർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹിസ്ബുള്ള, ഞങ്ങളുടെ സാങ്കേതിക വിദ്യ എന്നത് ഇസ്രായേൽ കരുതുന്നത് പോലെ പഴയതൊന്നുമല്ല. ഞങ്ങളുടെ ടെക്നോളജിയിൽ ഞങ്ങൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഡ്രോൺസ് നോക്കുക. നിങ്ങളുടെ ഇലക്ട്രോണിക് വാർഫെയർ സൂട്ട്സിനെ കൊണ്ടോ നിങ്ങളുടെ റേഡാർസിനെ കൊണ്ടോ ഈ ഡ്രോൺസിനെ കണ്ടുപിടിക്കാൻ പോലും സാധിക്കില്ല. ഇങ്ങനെയുള്ള ഡ്രോൺസിനെ ഉപയോഗിച്ച് നിങ്ങളുടെ തലസ്ഥാനത്തെ പോലും ഞങ്ങളെ കൊണ്ട് ആക്രമിക്കാൻ സാധിക്കുമെന്ന് ഒരു പുതിയ മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തു. ഇതിനു മുൻപ് നമ്മൾ ഇസ്രായേൽ ഹിസ്ബുള്ള പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വളരെ സാധാരണമായി തോന്നും. അവിടെയും ഇവിടെയും ആക്രമണങ്ങൾ നടക്കുന്നു, ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു, രണ്ട് ഭാഗവും പല കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു വലിയ എസ്കലേഷൻ തന്നെയാണ്. അത്രത്തോളം വലിയൊരു പ്രശ്നമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 270-ൽ കൂടുതൽ മിസൈൽസ് ആൻഡ് റോക്കറ്റ്സ്, ഡസൺ കണക്കിന് ഡ്രോൺസ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഘട്ട യുദ്ധത്തിലേക്ക് രണ്ട് നാടുകളും, ലബനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും ഇസ്രായേലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിനെ നശിപ്പിച്ചതിലൂടെ ഇസ്രായേൽ എത്രയും പെട്ടെന്ന് ഹിസ്ബുള്ളയ്ക്ക് ഒരു തിരിച്ചടി നൽകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരുപാട് മിലിറ്ററി അനലിസ്റ്റ് പറയാൻ തുടങ്ങിയത് ഒരു ഓൾ ഔട്ട് വാറിന്, ലബനനുമായി ഡയറക്റ്റ് യുദ്ധത്തിന് ഇസ്രായേൽ പോകാൻ സാധ്യത ഇല്ല എന്നാണ്. ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കാം, ഇസ്രായേൽ എന്താ ഭയന്നുപോയി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെതിരെ സംസാരിക്കുകയാണോ എന്ന്. ഇവിടെ ഇസ്രായേലിന് എതിരെയോ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്തോ ആരും സംസാരിക്കുന്നില്ല. ഒരു ദിവസം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കുള്ളിൽ ആക്രമണം നടത്തിയാൽ നമ്മൾ അത് പറയും. അടുത്ത ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിലേക്കാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ അതും നമ്മൾ പറയുക തന്നെ ചെയ്യും. ഒരു ഭാഗത്ത് മരണനിരക്ക് ഗാസയിൽ ഉണ്ടാകുമ്പോൾ അതും നമ്മൾ പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള കാരണം ഇസ്രായേലിലെ സൈനികർക്ക് മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതും നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാം സംസാരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആർക്കും അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും തന്നെ പറയുന്നില്ല. ഇപ്പോൾ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത പറയുമ്പോൾ നിങ്ങൾ ഇത് ഏത് സൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്, പ്രധാനപ്പെട്ട ചാനലുകളിലൊന്നും ഇത് വന്നില്ലല്ലോ. അതുപോലെ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത പറയുമ്പോൾ ഇല്ലല്ലോ, മറ്റ് മീഡിയാസിലൊന്നും ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഒരുപാട് ന്യൂസ് ആദ്യം വിസിബിൾ ഹൗസ് വഴിയായിരിക്കും വരുന്നത്. അത് കൺഫേം ആയതിനു ശേഷമായിരിക്കും പത്രങ്ങളിൽ ന്യൂസായി വരുന്നത്. ഇപ്പോൾ ഈ ഒരു ആക്രമണം, ഈ ഒരു ന്യൂസും നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട മീഡിയാസിൽ തീർച്ചയായും ഇന്ന് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇനി വരും. അതിനു മുൻപ് നമ്മൾ ഈ വാർത്തകളെല്ലാം കാണുന്നു, അത്രമാത്രം. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഒഫൻസീവ് ഓപ്പറേഷൻ എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും എല്ലാം അവസാനിപ്പിക്കാമെന്ന ഒരു വാർത്ത പുറത്തുവിട്ടു. പക്ഷെ ഇസ്രായേൽ ഇതൊന്നും അവസാനിപ്പിക്കുന്നത് പോലെ തോന്നുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഗാസയെ ക്ലീൻ ചെയ്യുക, ഗാസയിൽ നിന്ന് മുഴുവനായും ഹമാസിനെ പുറത്താക്കുക, നശിപ്പിക്കുക. അത് പൂർത്തിയാകാതെ ഞങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ നിന്നും പുറകിലോട്ടില്ല എന്ന രീതിയിൽ ഗാസയ്ക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ഹിസ്ബുള്ളയിലേക്ക് ഒരുപാട് മരണങ്ങൾ നൽകാൻ ഇസ്രായേൽ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ദിവസത്തിൽ തന്നെ 40-50 സൈനികർ വരെയും ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രായേലിന് നഷ്ടമായിട്ടുണ്ട്. സത്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാകുമോ? പക്ഷേ ഹിസ്ബുള്ള വീഡിയോ എവിഡൻസ് വഴി നൽകിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇസ്രായേൽ എന്ത് പറയുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? പുതിയ രീതിയിലുള്ള ഡ്രോൺസ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ആര് നൽകിയിട്ടുണ്ടാകും? ഇതുവഴി എന്ത് മാറ്റം അവർക്ക് വരുത്താൻ സാധിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.